നടത്തിയ ഒരു തിരച്ചിലാണ്. അദ്ദേഹം അമ്മയ്ക്ക് കൊടുത്ത വാക്കായതുകൊണ്ട് തന്നെ അദ്ദേഹം കർണാടകയിൽ നിരവധി നേതാക്കന്മാരെ ഉദ്യോഗസ്ഥരൊക്കെ നേരിട്ട് കണ്ട് ശ്രമം നടത്തിയിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഈ ലോറിയുടെ ജാക്കി കണ്ടെത്തിയ അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ലോറി കണ്ടെത്തിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അത്രയധികം അദ്ദേഹം ഈ കുത്തിയൊഴുകുന്ന ഗംഗാവലിയിൽ ഇറങ്ങി അദ്ദേഹം സ്വന്തം ജീവൻ പണയം വെച്ച പോലും അദ്ദേഹം ഈ തെരച്ചിലിൻ്റെ ഭാഗമായി. അങ്ങനെ കേരളത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാകാൻ ഈശ്വർ മാൽപ്പയ്ക്കും സാധിച്ചു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ലോറി ഡ്രൈവർ മനാഫ് ഈ അവസാന നിമിഷം വരെയും അർജുനൊപ്പം ഉണ്ടായിരുന്നു, ഷിരൂരിലുണ്ടായിരുന്നു. വളരെ വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും മനാഫ് അതൊന്നും വകവയ്ക്കാതെ ഇടയ്ക്ക് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. പൊതുദർശനത്തിൻ്റെ അവസാനം അദ്ദേഹം എത്തി. അർജുൻ ഒരു നോക്ക് കാണാനെത്തിയ സമയത്തും കരഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ കണ്ടത്. അങ്ങനെ അദ്ദേഹവും അർജുൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. വിമർശനങ്ങൾ വന്നിരുന്നെങ്കിലും പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവുമായി മുന്നോട്ട് പോയി അർജുനെ കണ്ടെത്തി. അർജുനെ വീട്ടിലെത്തിച്ചു. ഈശ്വർ മാൽപ്പയും അങ്ങനെയാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഈ അന്ത്യകർമ്മങ്ങൾക്ക് അവർക്ക് സാക്ഷികളാകാനും സാധിച്ചു. അങ്ങനെ അവരെല്ലാവരും തന്നെ അർജുനെ സ്വന്തം വീട്ടിലെത്തിച്ചിട്ടാണ് മടങ്ങുന്നത്. നേരത്തെ എത്തുമെന്ന് കരുതി അർജുൻ വൈകി എത്തി. പക്ഷേ വൈകിയാണെങ്കിലും അർജുനെ ഇവിടെ എത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എല്ലാവരും പരിശ്രമിച്ചതുകൊണ്ടാണ് അർജുനെ എത്തിക്കാൻ വേണ്ടി സാധിച്ചത്. ഇല്ലെങ്കിൽ അവിടെ ഗംഗാവാലിയുടെ ആഴങ്ങളിലേക്ക് ഒരു ഓർമ്മയായി മാറേണ്ട അർജുനെയാണ് സ്വന്തം വീട്ടിലേക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് ഒരു ചിത ഒരുക്കാൻ കുടുംബക്കാർക്കും അടുപ്പക്കാർക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കൊക്കെ സാധിച്ചത്. ഒത്തൊരുമയുടെ ഒരു സന്ദേശം കൂടിയാണ് അർജുൻ നൽകുന്നത്. അർജുൻ്റെ കണ്ണാടിക്കലിലെ വീടിൻ്റെ സമീപത്തും ചുറ്റുപാടൊക്കെ തന്നെ ഇപ്പോഴും ആളുകൾ അർജുൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ്. ഈ അവസാന നിമിഷത്തിലെ കർമ്മങ്ങളിൽ പോലും അത് നേരിട്ട് കണ്ട് അർജുനൊപ്പമായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആളുകളൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ തുടരുന്നത്. ആയിരങ്ങൾ വന്ന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിപ്പോയ ഒരു വീട്ടുമുറ്റം. എന്ത് സഹായം വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന പല ദേശത്തു നിന്നുള്ള ആളുകൾ, കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പല ജില്ലകളിൽ നിന്ന് ആളുകൾ സഹായമായി ഇവിടെ കണ്ണാടിക്കൽ അർജുൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് ഞങ്ങൾ കണ്ടതാണ്. അങ്ങനെ എല്ലാവരും ഒരു ഗ്രാമത്തിൻ്റെ നന്മയും വിശുദ്ധിയുമുള്ള കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ഒരു ഗ്രാമം എന്ന് പറയാം കണ്ണാടിക്കലിനെ. കണ്ണാടിക്കൽ ഗ്രാമത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അർജുനെ സ്നേഹിക്കുന്നു. അതാണ് ഈ കണ്ണാടിക്കൽ ബസാറിൽ നിന്ന് കണ്ണാടിക്കൽ അർജുൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്കൊക്കെ തന്നെ കാണാനുള്ളത്. അർജുൻ്റെ നിരവധി ഛായാചിത്രങ്ങൾ. എവിടെ നോക്കിയാലും അർജുൻ്റെ മുഖം മാത്രമേ ഉള്ളൂ. വരുന്ന വഴിയിലൊക്കെ തന്നെ അർജുൻ്റെ ചിത്രങ്ങൾ, വാഹനത്തിൽ അർജുൻ്റെ ചിത്രങ്ങൾ. അങ്ങനെ എവിടെ നോക്കിയാലും അർജുൻ. എങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞാലും അർജുൻ്റെ ചിത്രം, നേരെ നോക്കിയാലും അർജുൻ. എല്ലാവരുടെ മനസ്സിലും ഒരേപോലെ തന്നെയാണ് അർജുൻ. അത് മായാത്ത ഓർമ്മയെ തുടരട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അർജുൻ്റെ അന്ത്യകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അർജുൻ്റെ ചിത എരിഞ്ഞു തീരും, ചിതാഭസ്മമായി തീരും. പക്ഷേ മനസ്സിൽ അത് ഓർമ്മയായി എന്നും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ആ ചിത്രം, അർജുൻ ചിത്രം മായാതെ മങ്ങാതെ മനുഷ്യരുടെ, കേരള ജനതയുടെ മനസ്സിലെന്നും അർജുനുണ്ടാകും. ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും, ഒരു കൂട്ടായ്മയുടെ, ഐക്യത്തിൻ്റെ, എല്ലാവരും ഒരുമിച്ച് നിന്നയുടെ ഒരുമയുടെ ഒരു പ്രതീകമായി അർജുൻ മാറുകയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ നേടാൻ കഴിയാത്തതൊന്നുമില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അർജുൻ. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അർജുനെ ഷിരൂരിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഈ ദിവസം ഇങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിച്ചതാണെങ്കിൽ പോലും പക്ഷേ അർജുനെ വിധി തട്ടിയെടുത്തു. അർജുനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട വീടിനടുത്ത് തന്നെ ചേർന്ന് ചിതയൊരുക്കാൻ സാധിച്ചു. അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്നുള്ളത് കുടുംബത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതാണ് അമ്മയുടെ അർജുനും കുടുംബാംഗങ്ങളും അന്ന് പറഞ്ഞത്. ഈ തെരച്ചിലൊക്കെ തന്നെ അവസാനിക്കാൻ പോകുന്നു, അർജുനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് അന്ത്യകർമ്മങ്ങളുമെങ്കിലും ചെയ്യണ്ടേ എന്ന് വീട്ടുകാർ ചോദിക്കേണ്ട ഒരു ഘട്ടം വരെ വന്നിരുന്നു. ഏതായാലും അതിനൊക്കെ തന്നെ ഒരു പരിഹാരമായിരിക്കുന്നു. വളരെ ദുഃഖമുണ്ടെങ്കിലും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ, അയാൻ കുഞ്ഞിൻ്റെ കരച്ചിൽ നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും. ലോറിക്ക് വേണ്ടി കാത്തിരുന്ന കുഞ്ഞ്, അച്ഛൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കുഞ്ഞ്, ഇപ്പോഴും ചെതക്കരയിൽ നിന്ന് കരഞ്ഞ ആ കുഞ്ഞിൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. അങ്ങനെ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയായിരുന്നു കണ്ണാടിക്കിലെ ഈ ഗ്രാമത്തിലെ അർജുൻ്റെ വീട്ടിൽ നിന്നുണ്ടായത്. വന്നവരെല്ലാം തന്നെ കണ്ണു നനഞ്ഞ് കരഞ്ഞാണ് പോയത്. ഒരുപാട് കരഞ്ഞതാണ് അർജുന് വേണ്ടി. കണ്ണീർ വറ്റിപ്പോയ ഒരു ഗ്രാമമായിരുന്നു. എങ്കിലും വീണ്ടും അർജുൻ്റെ മൃതദേഹം എത്തിയപ്പോൾ കരയാത്തവരായി ആരുമില്ല. നിരവധി വീട്ടമ്മമാരാണ് കരഞ്ഞുകൊണ്ട് ഈ വഴികളുടെ അരികിലും ഒപ്പം തന്നെ ഈ പൊതുദർശന സമയത്തൊക്കെ തന്നെ ഇതുവഴി കടന്നുപോയത്. അങ്ങനെ അർജുൻ ഓർമ്മയായി തീരുകയാണ്, എരിഞ്ഞ് ചാരമായി തീരുകയാണ്. പക്ഷേ മനസ്സിലെന്നും അർജുൻ ജീവിക്കും, ഓർമ്മയായി തീരും. എല്ലാവർക്കും ഒരു ഓർമ്മയായി അർജുൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക കണ്ണാടിക്കൽ അർജുൻ, നമ്മുടെ ഷിരൂരിലെ അർജുൻ എന്ന പേരിൽ അർജുൻ എന്നും ഓർമ്മയായി നമ്മുടെയൊക്കെ തന്നെ മനസ്സിലുണ്ടാകും.